ഇത് ആക്ച്വലി ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കിടിലം പ്രണയങ്ങളുടെ കഥ. ഇനി മേലാൽ റൊമാൻറ്റിക് മൂവീസും കൊണ്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ശരിയാണ്. ബട്ട് ഇത് ഡിഫറെൻ്റ് ആണ്. ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രണയകഥ. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്തായാലും അവസാനം നമ്മളെല്ലാവരും സർപ്രൈസ്ഡ് ആയിരിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ലാസ്റ്റ് വീഡിയോ കുറച്ച് കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആയിരുന്നു എന്നറിയാലോ. അതിൻ്റെ പേരിൽ വിശ്വാസികളുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും പിന്നെ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. കാര്യങ്ങൾ വിശദമായിട്ട് വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. കഥ കേട്ട് കഴിഞ്ഞോ അതിനു മുമ്പോ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇവളാണ് നമ്മുടെ കഥാനായിക സിബിൽ. പുള്ളിക്കാരി അവളുടെ കുഞ്ഞിനെയും കൊണ്ടാണെന്ന് തോന്നുന്നു കാർ ഡ്രൈവ് ചെയ്ത് പോവാണ്. ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പോയം പോലെ അവഗണിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട്. സിബിലിന്റെ കുഞ്ഞിനെയോ എങ്ങോട്ടാണ് പുള്ളിക്കാരി കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ റിവീലാക്കുന്നില്ല. സംതിങ് ഒരു മിസ്റ്ററി മൂഡ്, എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊരു ഐഡിയ മാത്രം തരുന്നു. തൊട്ടടുത്ത സീനിൽ നമുക്കൊരു പോലീസുകാരിയാണ് കാണിച്ചു തരുന്നത്. അവളുടെ പേര് എമ്മ. ഇവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിരിക്കുകയാണെന്നുള്ളൊരു ഹിന്റ് തരുന്നുണ്ട്. എന്തോ കാരണത്താൽ എമ്മ അത്ര ഓക്കെ അല്ല. അവളുടെ സീനിയർ ഓഫീസർ ഉൾപ്പെടെ സഹപ്രവർത്തകരൊക്കെ അവളോട് ഒന്ന് മിതമായിട്ടാണ് പെരുമാറുന്നത്. അവൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റീസെന്റ് ടൈംസിൽ എന്തോ എമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും അവൾ അതിൽ നിന്ന് റിക്കവർ ആയി വരുന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഹീറോയിൻ സിബിൽ കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ റോഡിൽ ചത്ത് കിടന്ന ഒരു കുറുക്കന്റെ മുകളിലൂടെ കാർ കയറുന്നുണ്ട്. പുള്ളിക്കാരി ഇറങ്ങി നോക്കി. ഒരുമാതിരി വികൃതമായ രൂപത്തിൽ ശരീരമൊക്കെ പൊട്ടി ഓർഗൻസ് ഒക്കെ പുറത്തു വന്ന് വല്ലാത്തൊരവസ്ഥയിലാണത്. അവളാവട്ടെ ഒരു സാമൂഹ്യ സേവനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവണം റോഡിൽ കിടന്ന കുറുക്കന്റെ ഡെഡ് ബോഡി എടുത്ത് കാറിൽ കയറ്റി അതിനെയും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആളൊരു റെസ്റ്റോറന്റിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചില ദിവസം രാത്രി പോയട്രി സെഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ സിബിലിനെ പോലെ കവിതകൾ എഴുതുന്നവരൊക്കെ വന്ന് അവരുടെ തോട്ട് പ്രൊവോക്കിംഗ് കവിതകളൊക്കെ വായിക്കുന്ന ഒരു സെഷൻ. നമ്മുടെ സിബിലിന്റെ കവിത അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന് തോന്നുന്ന ചിലര് അവളുടെ കവിത തീരുന്നതിന് മുമ്പ് കൈയടിച്ച് അവളെ പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ കഥാനായിക പുള്ളിക്കാരി എഴുതിയ കവിത അവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. ദെൻ അടുത്ത ദിവസം ഈ പ്രദേശത്തുള്ള ഒരു ഫ്യൂണറൽ പാർലറാണിത്, അഥവാ ഫ്യൂണറൽ ഹോം. ശവശരീരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കിടത്തി അവരെ ഫ്യൂണറലിന് വേണ്ടി റെഡിയാക്കും. ഈ കിടക്കുന്ന പുള്ളിക്കാരനാണ് ഫ്യൂണറൽ ഹോമിന്റെ ഓണർ തോമസ്. മരിച്ചിട്ടില്ല, ശവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറി കിടന്നതാവാം. ആൾക്ക് ഏറെ പ്രായമായി. ഇപ്പോൾ ഫ്യൂണറൽ ഹോമിലേക്ക് ഒരു അസിസ്റ്റന്റിനെ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ലെറ്റർ ഒക്കെ എഴുതി പബ്ലിഷ് ചെയ്തു. തൊട്ടടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ സിബിലും അവിടെ ഇരുന്ന് ലെറ്റർ എഴുതുന്നതാണ് കാണിച്ചു തരുന്നത്. അവളുടെ മുറിയിൽ ആ കുറുക്കനുമുണ്ട്. നേരത്തെ അവൾ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കുറുക്കൻ. അതിന്റെ ശരീരമൊക്കെ തുന്നി തയ്ച്ച് ചേർത്ത് അത് ചത്ത് കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വികൃതമായ കോലത്തിൽ നിന്ന് ബെറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ തോമസിന്റെ ഫ്യൂണറൽ ഹോമിലെ ജോലിക്ക് വേണ്ടിയാണ് അവൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിനു മുമ്പും പുള്ളിക്കാരി ഫ്യൂണറൽ ഹോമിൽ ജോലി ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ അറിയാം. അതിപ്പം മനുഷ്യന്റെ ആണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ എമ്മ വല്ലാതെ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത് കണ്ട് അവളുടെ സീനിയർ ഓഫീസർ മില്ലർ അവളെ വിളിച്ച്, എമ്മ നീ പൊട്ടും ഓക്കെ അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇതുപോലെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരും ഓക്കെ ആയിരിക്കില്ല. 3 മാസമായില്ലേ, നിന്റെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് കരുതി ഇങ്ങനെ അങ്ങ് മദ്യപിക്കരുത്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും? കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നടന്ന എന്തൊക്കെയോ കാരണങ്ങളാൽ എമ്മ ആകെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലുള്ളപ്പോൾ ഇദ്ദേഹം അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാണെങ്കിലും അവൾക്ക് ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത്രമാത്രം അവളെ ഹേർട്ട് ചെയ്യുന്ന, അവളെ തളർത്തി കളയുന്ന എന്തോ ആണ് അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അവളുടെ സീനിയർ ഓഫീസർ ഉൾപ്പെടെ സഹപ്രവർത്തകരൊക്കെ അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇനഫല്ല. എമ്മയ്ക്ക് അവളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ ഡ്രിങ്കിങ്ങിൽ അഡിക്റ്റായി അവളുടെ ലൈഫ് അവൾ തന്നെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സിബിലാവട്ടെ ജോബിന് അപ്ലൈ ചെയ്തിട്ട് തോമസിന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവള് ഫ്യൂണറൽ ഹോമിൽ വർക്ക് ചെയ്തതിനെ പറ്റിയൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആഷുഡ്ലി ഫ്യൂണറൽ ഹോമിൽ ഇവള് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായ കുറച്ചധികം അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് കാരണം അവർക്ക് ആ ഫ്യൂണറൽ ഹോം തന്നെ അടയ്ക്കേണ്ടി വന്നു. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇവള് മെൻഷൻ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി എന്താണ് അവിടെ സംഭവിച്ചതെന്നൊരു ക്ലാരിറ്റി തരുന്നില്ലെങ്കിലും ഒരു ഫ്യൂണറൽ ഹോമിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡ്. എന്നാൽ ഇവളുടെ എക്സ്പീരിയൻസും കഴിവും മാനിച്ച് തോമസ് ഇവൾക്ക് ജോലി കൊടുത്തു. ഈ മിസ്റ്റർ തോമസും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ആദ്യകാലങ്ങളിൽ ഈ ഫ്യൂണറൽ ഹോം റൺ ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യയുടെ മരണത്തോടെ തോമസ് ഒറ്റപ്പെട്ടു. അധികം താമസിയാതെ റിട്ടയർ ആവുമെന്നും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സിബിലിന്റെ ഫാമിലിയെ പറ്റി ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും 2 ബ്രദേഴ്സുമാണ് ഇവൾക്കുണ്ടായിരുന്നത്. സംഭവം ഇവളുടെ ചെറുപ്പത്തിലാണ്. എല്ലാവരും കാറിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടത്തിൽ ഇവളുടെ ഫാമിലിയിലെ ബാക്കി 4 പേരും മരണപ്പെട്ടു. സിബിൽ ഒറ്റപ്പെട്ടു. അന്നു മുതലേ ഒറ്റയ്ക്കുള്ള ജീവിതം അവൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇപ്പോൾ അവൾക്കൊരു മകനുണ്ടെന്നും പറയുന്നുണ്ട്. നേരത്തെ കാർ ഓടിച്ചു വന്നപ്പോൾ ആരോടോ സംസാരിക്കുന്നു നമ്മൾ കണ്ടിരുന്നല്ലോ. അത് ഇവളുടെ മകനാണ്. ഹസ്ബൻഡ് ആരാണ്, കുട്ടിയുടെ അച്ഛൻ ആരാണ്, അതല്ലെങ്കിൽ കുഞ്ഞിനെ ദത്തെടുത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദെൻ നമ്മുടെ എമ്മയുടെ വീട്ടിൽ പുള്ളിക്കാരി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ദുരന്തം പിടിച്ച സംഭവത്തെ പറ്റി അവൾ ആലോചിക്കുന്നു. ഇപ്പോൾ ഫുൾ ടൈം ഈ ഒരു കാര്യത്തെ പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്. അതിന്റെ ട്രോമയിലാണല്ലോ ജീവിക്കുന്നത് തന്നെ.
അന്നൊരു ദിവസം ഇവളുടെ മകൻ ജെയ്ക്കിനെയും കൊണ്ട് വീട്ടിൽ വന്നു. ചെക്കൻ ഭയങ്കര ആവേശത്തിലായിരുന്നു. സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് തുള്ളിക്കളിച്ച് ഇവൾ വാങ്ങിയ പാല് തട്ടിക്കളഞ്ഞു. ദേഷ്യം വന്ന അമ്മ ചെക്കനെ വഴക്ക് പറഞ്ഞ് മര്യാദയ്ക്ക് റൂമിൽ പോയിരുന്നോളാൻ. റൂമിൽ കയറിപ്പോയ പയ്യൻ ജനാല വഴിയെടുത്ത് താഴേക്ക് ചാടിയത്രേ. അങ്ങനെ അവളുടെ മകൻ മരണപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ ആലോചിച്ച് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ അമ്മയുടെ കൈ മുറിയുന്നവരെയുണ്ട്. വലിയൊരു കുറ്റബോധത്തിലാണ് അവൾ ജീവിക്കുന്നത്. അന്ന് അവളുടെ മകൻ ജെയ്ക്കിനെ വഴക്ക് പറയാതിരുന്നെങ്കിൽ, അവനെ റൂമിലേക്ക് പറഞ്ഞു വിടാതിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോട് ഉണ്ടായേനെ. ഒരു തരത്തിൽ തന്റെ മകന്റെ മരണത്തിന് കാരണം താനാണെന്നുള്ള വലിയ റിഗ്രറ്റിലാണ് ഓരോ ദിവസവും അവൾ തള്ളി നീക്കുന്നത്. നമ്മുടെ സിബിലിന് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയല്ലോ. പുള്ളിക്കാരി അടുത്തുള്ളൊരു മ്യൂസിയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. റോമൻ ഫ്യൂണറൽ മ്യൂസിയം. റോമൻ ഫ്യൂണററി പ്രാക്ടീസസ് ഒക്കെ കാണിച്ചു തരുന്ന മ്യൂസിയത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് മാർക്ക്. അവന് വേണ്ടത് റിവ്യൂ ആണ്. അവന് നല്ലൊരു റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് അവന്റെ കരിയറിന് സപ്പോർട്ടാണല്ലോ. എന്നാൽ റിവ്യൂ തരുമെന്ന് ചോദിച്ച മാർക്കിനെ നമ്മുടെ ഹീറോയിൻ സിബിൽ പോയി കിസ് ചെയ്തെന്നേ. ഇനി നമ്മൾ മുന്നോട്ട് ഒരുമിച്ചായിരിക്കും ജീവിക്കാൻ പോണേ എന്നൊക്കെ ആദ്യമായി കാണുന്ന ഇവർ തമ്മിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ പ്രേമം? ഒരു കണക്കിന് ഇതാണ് നല്ലത്. കണ്ണും മൂക്കും വായും ചെവിയും ഒന്നും പ്രേമത്തിനില്ലാന്നറിയാലോ. പറയാനുള്ള കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അങ്ങ് പറയണമെന്നേ. വെറുതെ ഇങ്ങനെ റീൽ അയച്ച് ഹിന്റ് കൊടുത്തോണ്ടിരിക്കരുത്. സിബിലിനെ കണ്ടുപിടിക്കൂ. ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നി, ഒന്നും നോക്കിയില്ല, നേരെ ചെന്ന് ഇഷ്ടവും തുറന്നു പറഞ്ഞ് അവനെ കിസ്സും ചെയ്തു. പിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് അവളുടെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. അവൾ ഇമാജിൻ ചെയ്തതാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന്. അവനെ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചിന്ത, അവനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ദെൻ സിബിൽ ജോലിക്ക് ചെന്നു. മിസ്റ്റർ തോമസിന്റെ ഫ്യൂണറൽ ഹോമിൽ ഒരു റൂമിലേക്ക് മാത്രം ഇവൾക്ക് ആക്സസ് ഇല്ല. എന്തുകൊണ്ടാണ് ആ റൂം മാത്രം എപ്പോഴും അടച്ചിട്ടിരിക്കുന്നത് എന്ന് ഇവള് തോമസിനോട് ചോദിച്ചപ്പോൾ അതൊരു കോൾഡ് സ്റ്റോറേജ് റൂമാണ്, നീ നിന്റെ ജോലി ചെയ്താൽ മതി കേട്ടോ, ആ റൂമിലോട്ട് പോകണ്ട. സിബിൽ ഇവിടെ ആദ്യം റെഡിയാക്കുന്നത് ഫിഷർ എന്നൊരാളുടെ ഡെഡ് ബോഡിയാണ്. നേരത്തെ ഈ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തോമസിന് പ്രത്യേകം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. എല്ലാ കാര്യങ്ങളും അവൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു. ദെൻ ഫിഷറിന്റെ ഭാര്യ വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒരുപാട് വിഷമമുള്ള പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചൊക്കെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഒരു ലൈഫ് ടൈം അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷക്കാലം അവരുടെ എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന, അവരെ മെന്റലിയും ഫിസിക്കലിയും ഹറാസ് ചെയ്ത ഒരു ഡാഷ് മോനാണ് ഫിഷർ എന്ന് പറഞ്ഞിട്ടാണ് ഫിഷറിന്റെ ഭാര്യ കരയുന്നത്. ഇത്രയും താമസിപ്പിക്കാതെ നേരത്തെ തന്നെ നിങ്ങളങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ എന്ന് ഫിഷറിന്റെ ഭാര്യ നമ്മുടെ സിബിലിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോൾ സിബിൽ ശവത്തിന്റെ മോന്തക്കിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഫിഷറിന്റെ ഭാര്യ തടയാൻ പോയില്ല. അങ്ങേര് ചെയ്തതിനൊക്കെ ഇങ്ങനെങ്കിലും അങ്ങേർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണമല്ലോ. പുള്ളിക്കാരി നല്ല ഇടി ഇടിച്ചു. ഫ്യൂണറലിന് റെഡിയാക്കിയ ഫിഷറിന്റെ മുഖമൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതും സിബിലിന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു. അവൾ ഇമാജിൻ ചെയ്തതാണ്. മിസ്സസ് ഫിഷറിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ആർക്കായാലും അങ്ങേർക്ക് ഒരെണ്ണം കൊടുക്കാൻ തോന്നും, ഡെഡ് ബോഡി ആണെങ്കിലും. ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് സിബിൽ അവളുടെ കുഞ്ഞിനെ ഒരു തൊട്ടിലിൽ കിടത്തി പാർക്കിലൊക്കെ പോകുന്നത് കാണാം. കുഞ്ഞു കുട്ടിയാട്ടോ, അതാണല്ലോ ഇങ്ങനെ തൊട്ടിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോഴും കുഞ്ഞിനെ നമുക്ക് കാണിച്ചു തരുന്നില്ല. അതേസമയം പോലീസുകാരി അമ്മ ഒരു പത്രവാർത്തയൊക്കെ നോക്കി അതിനെപ്പറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ കാണാതായി, ഡിസപ്പിയർ ആയി എന്നാണ് പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇതുവരെയും ഒരു തുമ്പും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കേസ് എങ്ങും എത്താതെ നിൽക്കുന്നു എന്നൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഇവളുടെ മകൻ മരിച്ചതല്ലേ, പയ്യനെ കാണാതായതാണെന്നാണ് തോന്നുന്നത്. അന്നേരം തന്നെ സീനിയർ ഓഫീസർ മില്ലർ അങ്ങോട്ട് വന്ന് നമ്മുടെ എമ്മയ്ക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്, അവളുടെ എക്സ് ഹസ്ബൻഡിൽ നിന്ന്. എമ്മ അവളുടെ മകനെ പറ്റി ആലോചിച്ച് ഒരുമാതിരി അങ്ങ് ഡിപ്രസ്ഡ് ആയി. അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മൊമെന്റിൽ അവളുടെ എക്സ് ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. മകനെ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ലേ, അദ്ദേഹം ഇവരെ കളഞ്ഞിട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. എക്സ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് ആയിരുന്നില്ല. ഹസ്ബൻഡ് പോയി, പിന്നെ ഇവൾക്ക് ആകെയും പോകെ ഉണ്ടായിരുന്നത് ഇവളുടെ മകൻ ജെയ്ക്ക് മാത്രമാണ്. കൊച്ചിനെയും കാണാതായപ്പോൾ അവൾ ഡിപ്രഷനിലായി. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയായി. റിക്കവറായി വരാൻ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിലും എമ്മയുടെ കാര്യത്തിൽ ഇതൊന്നും അത്ര ഫലവത്താണെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം എക്സ് ഹസ്ബൻഡിനെ വിളിച്ച് കുഞ്ഞിനെ പറ്റി എന്തൊക്കെയോ സംസാരിച്ച് വെള്ളമടിച്ച് ബോധമില്ലാതെ കുഞ്ഞ് കട്ടിലിനടിയിലുണ്ട് എന്നുള്ള രീതിയിൽ ഇവൾ സംസാരിച്ചിരുന്നു. അതേ തുടർന്ന് എക്സ് ഹസ്ബൻഡ് പരാതി കൊടുത്തു. പോലീസുകാർ ഇപ്പോൾ ഇവിടെ വന്ന് വീട് മുഴുവൻ തിരഞ്ഞു. വെള്ളമടിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതാണെന്നേ. എന്തൊക്കെയാണെങ്കിലും പോലീസിന് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ജെയ്ക്കിനെ കണ്ടുപിടിക്കാനും തങ്ങളുടെ കൊളീഗിനെ പഴയ പോലെ ആക്കിയെടുക്കാനും അവരാൽ പറ്റുന്നതൊക്കെ അവരും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിബിലാവട്ടെ പതുപോലെ റെസ്റ്റോറൻറ്റിലെ പോയട്രി സെഷനെ ചെന്നിരിക്കുവാണ്. ദേ അവിടെ മാർക്ക് വന്നിരിക്കുന്നു. മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന മാർക്ക്. മ്യൂസിയത്തിൽ വെച്ച് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടെ വെച്ച് കാര്യമായിട്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് റെഡിയായി അങ്ങോട്ട് ചെല്ലുമ്പോൾ മാർക്കിന്റെ കൂടെ അവന്റെ കാമുകി ഉണ്ടായിരുന്നു. ഇരുവരും സംസാരിക്കുന്നിടത്തേക്ക് ചെന്ന് സിബിലും ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്കിന്റെ കാമുകി ഈ റെസ്റ്റോറൻറ്റിലെ ഈവനിങ് പോയട്രി സെഷനെ ഇത്തിരി കളിയാക്കി സംസാരിച്ചു. മാർക്കിന് കാമുകി ഉണ്ട് എന്നത് തന്നെ സിബിലിനെ വാശി പിടിപ്പിക്കുന്നുണ്ട്. കൂടാതെ പോയട്രി സെഷനെ അപമാനിക്കുകയും കൂടെ ചെയ്തപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൂടുതലൊന്നും സംസാരിക്കാൻ പോകാതെ ആ ഒരു ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് മാറിപ്പോയി. ദെൻ അടുത്ത ദിവസം നമ്മുടെ സിബിൽ മാർക്കിനെ കാണാൻ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ ദേ അവിടെയും അവന്റെ കൂടെ അവന്റെ കാമുകയുണ്ട്. അവളുടെ പേര് ടീന. അവൾ തുള്ളിക്കളിച്ച് മാർക്കിനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ സിബിലിന് സഹിക്കാൻ പറ്റിയില്ല. സിബിലിന് മാർക്കിനെ ഇഷ്ടമാണ്. അവന് കാമുകയുണ്ട്, അവൻ കമ്മിറ്റഡ് ആണ് എന്ന കാര്യമൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. ഒരുമാതിരി അങ്ങ് ദേഷ്യപ്പെട്ട് തിരികെ പോകുന്ന സിബില് വഴിയിൽ സ്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരോടും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി തിരിച്ച് മ്യൂസിയത്തിൽ വന്ന് നമ്മുടെ മാർക്കിന്റെ ബൈക്കിലിട്ടൊരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം കാരണം ഇപ്പോൾ അവളുടെ കാലിൽ തന്നെ പണി കിട്ടിയില്ലേ. ബൈക്കെ ചവിട്ടിയിട്ട് ഒത്തി പോകേണ്ട അവസ്ഥയായി. അന്ന് രാത്രി ഫ്യൂണറൽ ഹോമിന്റെ ഓണർ തോമസ് അദ്ദേഹം എപ്പോഴും അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു റൂമിൽ കയറിയിരുന്ന് കരയുന്നതൊക്കെ കാണാം. മറ്റാരും അവിടെ ഉള്ള
പോലെ മറ്റാരോടോ സംസാരിക്കുന്ന പോലെ ചിലതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കറിയാം നീ ഇങ്ങനെയൊന്നുമല്ല ആഗ്രഹിച്ചത്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ അത്ര വീക്കാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് പൊട്ടിക്കരയാണ്. ആരോടാണിത് പറയുന്നത് എന്നൊന്നും കാണിച്ചു തരുന്നില്ല. ഇദ്ദേഹത്തെ കൂടാതെ മറ്റാരോ അവിടെയുണ്ട്, നമ്മുടെ സിബിലിനോട് പോലും പറയാത്ത എന്തോ ഒരു രഹസ്യം അവിടെയുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മുടെ പോലീസുകാരി അമ്മയുണ്ടല്ലോ, പുള്ളിക്കാരി പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറി പോകുന്നതാണ് കാണിച്ചു തരുന്നത്. കുറേയായി ജെയ്ക്കിനെ കാണാതായ ആ ഒരു വിഷമത്തിൽ അങ്ങനെ ജീവിച്ചു പോയില്ലേ. ഇനിയും അതേ വീട്ടിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ജെയ്ക്കിനെ പറ്റിയുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവൾക്കും റിക്കവർ ആവാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് പുള്ളിക്കാരി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. ദെൻ ഇവിടെ എല്ലാ ദിവസത്തെയും പതിവ് പോലെ നമ്മുടെ സിബിൽ ജോലിക്ക് ചെന്നു. പുതിയൊരു ഡെഡ് ബോഡി വന്നിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് കേസാണ്. ആ ബോഡി കണ്ട് സിബിൽ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം അത് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന മാർക്കായിരുന്നു. മാർക്കിന്റെ ചങ്ക് മുതൽ അരയുടെ ഭാഗം വരെ കയറി വല്ലാത്തൊരവസ്ഥയിലാണ് ബോഡി ഇവിടെ എത്തിച്ചത്. ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ സിബിൽ പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അവൻ ആക്സിഡന്റ് ഉണ്ടായ കാര്യങ്ങളെന്നൊക്കെ പുള്ളിക്കാരി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ബൈക്ക് ആക്സിഡന്റ് ആണ്, ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാതാവാത്തതിന്റെ കാരണം നമ്മുടെ സിബിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവള് മാർക്കിന്റെ ബൈക്കിൽ ചവിട്ടിയപ്പോൾ അതിന്റെ ബ്രേക്ക് കേബിൾ ലൂസ് ആയിരുന്നു. ഇതൊക്കെ ചിന്തിച്ചിട്ട് അത്രയും നേരം മാർക്കിന്റെ ഡെഡ് ബോഡി കണ്ട് സങ്കടത്തിലായിരുന്ന സിബിൽ പെട്ടെന്നങ്ങ് നോർമലായിരുന്നേ. വളരെ നോർമലായിട്ട് തിരിച്ചു ചെന്ന് അവന്റെ ബോഡി ഫ്യൂണറലിന് വേണ്ടി റെഡിയാക്കുന്നു. പുറത്തേക്ക് തള്ളി വന്ന ഓർഗൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ശരീരം തുന്നിക്കെട്ടി. ദെൻ മിസ്റ്റർ തോമസ് അങ്ങ് പോയി. തോമസ് പോയി കഴിഞ്ഞപ്പോൾ സിബിൽ ആവട്ടെ മാർക്കിനെ അവൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട്. വാട്ട് എവർ, ഡെഡ് ബോഡി ആയിട്ടാണെങ്കിലും ഇപ്പൊ ഇവളുടെ കൺട്രോളിലാണല്ലോ. അപകടത്തിൽ മാർക്കിന്റെ കൈ മുറിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് സിബിൽ എന്ത് ചെയ്തെന്നോ, ഓൾറെഡി ഇവർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഡെഡ് ബോഡിയുടെ കൈ അറുത്തുകൊണ്ടുവന്ന് മാർക്കിന്റെ കയ്യിൽ തുന്നി ചേർത്തു. അന്നൊരു ദിവസം മാർക്കിന്റെ ശവശരീരത്തോടൊപ്പമാണ് സിബിൽ കിടന്നുറങ്ങിയത്. അവൾ എത്രമാത്രം സൈക്കോ ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അന്ന് മാർക്കിന്റെ ഡെഡ് ബോഡി കാണാൻ ടീന ഇവരുടെ ഫ്യൂണറൽ ഹോമിൽ വരുന്നുണ്ട്. സിബിൽ സമ്മതിച്ചില്ല, ഇപ്പൊ കാണാൻ പറ്റത്തില്ല, ബോഡി റെഡി ആവുന്നേ ഉള്ളൂ, റെഡിയായി കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കാം. ടീന തിരികെ പോയി ജനാല വഴി സിബിൽ പുറത്ത് നോക്കിയപ്പോൾ ടീന വേറൊരാളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണാം. ഓ, അപ്പൊ മാർക്ക് ഇവളുടെ സ്റ്റെപ്പിന് മാത്രമായിരുന്നോ, അവൾക്ക് വേറെ ആളുണ്ടല്ലേ. സിബിലും മാർക്കിന്റെ ബോഡിയുടെ അടുത്ത് ചെന്ന് അവൾ പോയത് നന്നായി, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ഇന്നർ ഊരി അവന്റെ മുഖത്തൂടിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നൊക്കെയുണ്ട്. ഉടനെ ഇതേ മരിച്ചു കിടന്ന മാർക്ക് എണീറ്റ് വരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ചില ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്തവനാണ്. എന്നിട്ടും സിബിൽ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ദേ എണീറ്റ് വരുന്നു. കാമ പിശാസ് തന്നെ ഇവൻ. പിന്നെ മാർക്കും സിബിലും ഡാൻസ് കളിക്കുന്നു. എല്ലാം പുള്ളിക്കാരുടെ ഇമാജിനറി ലോകത്താണ്. ഇതൊക്കെ നമ്മുടെ സിബിൽ ഇമാജിൻ ചെയ്യുന്നതാണ്. സിബിലും മാർക്കിന്റെ ബോഡിയോട് ഓരോന്നിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ തൊട്ടപ്പുറത്തു നിന്ന് ആരോ ചിരിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാം. അതൊക്കെ ഇവൾ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ്. നേരത്തെ മരിച്ച മിസ്റ്റർ ഫിഷർ ഉണ്ടല്ലോ, അദ്ദേഹം ഇവരെ നോക്കി ചിരിക്കുന്നതായിട്ട് സിബിൽ തന്നെ ഇമാജിൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വിരൽ മുറിച്ച് പുള്ളിക്കാരന്റെ വായിൽ തിരികെ കയറ്റി വാ മുഴുവൻ തുന്നി വെക്കും. ഒരു ശവശരീരത്തോട് ചെയ്യാവുന്ന സകല ക്രൂരതയും സിബിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അത്ര കണ്ട് വല്ലാത്തൊരു സൈക്കോ ആണ് സിബിൽ. രാത്രി സിബിൽ പോയട്രി സെഷന് ചെല്ലുമ്പോൾ അതേ ഹോട്ടലിൽ നമ്മുടെ ടീന ഉണ്ടായിരുന്നു. അവളെ കണ്ട് സിബിൽ സെഷന് പങ്കെടുക്കാതെ തിരികെ പോകുമ്പോൾ ദേ നമ്മുടെ പോലീസുകാരി എമ്മ അവിടെ എത്തി. വെയിറ്റ് എ മിനിറ്റ്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും സിബിൽ മറുപടി ഒന്നും പറയാതെ അങ്ങ് മാറിപ്പോയി. എമ്മയ്ക്ക് ഡൗട്ടായി. സിബിലിനെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതോ കേസുമായി ബന്ധപ്പെട്ടാണ് കണ്ടിട്ടുള്ളതും. ക്ലാരിഫൈ ചെയ്യാനായിട്ട് പുള്ളിക്കാരി പഴയ കേസ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആഷ്വുഡ്ലി മോർച്ചറിയിൽ നിന്ന് ശവശരീരം കാണാതായി. അന്ന് കാണാതായ ശരീരം നമ്മുടെ എമ്മയുടെ മകൻ ജെയ്ക്കിൻ്റെതായിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എമ്മയുടെ മകൻ ജനാല വഴി താഴേക്ക് ചാടി പയ്യൻ മരിച്ചു. അവന്റെ ബോഡി പ്രിപ്പയർ ചെയ്ത് ഫ്യൂണറലിന് റെഡിയാക്കേണ്ടത് അവിടെ അടുത്തുണ്ടായിരുന്ന ആഷ്വുഡ്ലി ഫ്യൂണറൽ ഹോമാണ്. എന്നാൽ ഒരു ഫ്യൂണറൽ ഹോമിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് റെഡിയാക്കാൻ കൊടുത്ത ശരീരം കാണാനില്ലത്രേ. എമ്മയുടെ മകൻ ജെയ്ക്കിന്റെ ശരീരം കാണാതായി. മകൻ മരിച്ചതിന്റെ വിഷമത്തിൽ നിൽക്കുമ്പോൾ അത് കൂടാതെ അവന്റെ ശരീരം കൂടെ കാണാതായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എമ്മയെ ഒരുപാടങ്ങ് തളർത്തിക്കളഞ്ഞത്. ഫ്യൂണറൽ ഹോമിനെതിരെ അന്വേഷണം ഉണ്ടായി. ഇഷ്യൂസ് കാരണം അടച്ചുപൂട്ടേണ്ടി വന്നു. അവിടെയായിരുന്നു നമ്മുടെ സിബിലും വർക്ക് ചെയ്തിരുന്നത്. അവളുടെ ജോലി പോയി കഴിഞ്ഞിട്ടാണ് പിന്നീട് അവൾ തോമസിന്റെ ഫ്യൂണറൽ ഹോമിലേക്ക് മാറുന്നത്. അന്ന് അവിടെ ഫ്യൂണറൽ ഹോമിൽ കണ്ട സിബിലിനെ ഇന്ന് ഇവിടെ കണ്ടതും ഇവളെ കണ്ടപ്പോൾ തന്നെ സിബിൽ പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോയതുമൊക്കെ എമ്മയ്ക്ക് കുറേയധികം സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തന്റെ മകന്റെ ശരീരം കാണാതായതിന് പിന്നിൽ സിബിലാണോ എന്ന് ഇവർ സംശയിക്കുന്നു. ദെൻ അടുത്ത ദിവസം മാർക്കിന്റെ ബോഡി പ്രിപ്പയർ ആയിട്ടുണ്ട്, വന്ന് കണ്ടോളാൻ നമ്മുടെ സിബിൽ ടീനയെ വിളിച്ചറിയിക്കുന്നുണ്ട്. ടീന വന്നപ്പോൾ അവൾക്ക് കഴിക്കാൻ കേക്കൊക്കെ കൊടുത്തു. അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് മാർക്കിന്റെ ശരീരം അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം ഒറ്റയ്ക്ക് തനിക്ക് മാർക്കിന്റെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് ടീന വാതിൽ ക്ലോസ് ചെയ്തു. സിബിലിന് തൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഉള്ളിലെ സൈക്കോ ഉണർന്നു. ഒരു 10 സെക്കൻഡ് പോലും ടീനയെ മാർക്കിന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ സമ്മതിക്കാതെ ഇവള് വാതിലും തുറന്ന് അകത്തി എന്നേ. വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു, ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ടീന സിബിലിന്റെ ചെപ്പക്കുറ്റി കുറഞ്ഞ പൊട്ടിക്കുന്നുണ്ട്. സിബിലും വിട്ടുകൊടുത്തില്ല. അവളുടെ എല്ലാ സൈക്കോ ട്രേറ്റ്സും പുറത്തെടുത്ത് ടീനയെ തിരിച്ചടിച്ചു. അങ്ങനെ അടി കൊണ്ട് വീണ വീഴ്ചയിൽ നിന്ന് ടീനയ്ക്ക് എണീക്കാൻ സാധിച്ചില്ല. പുള്ളിക്കാരി എത്ര ശ്രമിച്ചിട്ടും അവരുടെ കയ്യും കാലും പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങോട്ട് വരുന്നില്ല. അവൾക്ക് കഴിക്കാൻ കൊടുത്ത കേക്കിലാണ് സിബിൽ പണി വെച്ചത്. മരിച്ച് ജീവനറ്റ ശരീരമായി കിടക്കുന്ന മാർക്കിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സിബിൽ ടീനയെ ഒഴിവാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവന്റെ ശരീരം പോലും അവൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇപ്പൊ എല്ലാം അവളുടെ പദ്ധതി പ്രകാരം ടീനയും ഇവളുടെ പിടിയിലായി. ഇനി ഈ സൈക്കോ സിബിലിനെ തടഞ്ഞു നിർത്താൻ പോലീസുകാരി എമ്മയ്ക്കൊക്കെ പറ്റുമോ? അതിനുള്ളിൽ അവർ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്ട് അപ്പോഴേക്കും എമ്മ അവളുടെ കൊളീഗ്സിന്റെ സഹായത്തോടെ സിബിലിന്റെ ഹിസ്റ്ററിയൊക്കെ ചികഞ്ഞെടുക്കുന്നുണ്ട്. ആഷ്വുഡ്ലി ഫ്യൂണറൽ ഹോമിൽ സിബിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് മറ്റു പല ഫ്യൂണറൽ ഹോംസിലും അവൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവിടങ്ങളിലും സമാനമായ പ്രശ്നങ്ങളുണ്ടായി പല മൃതദേഹങ്ങൾ കാണാൻ
കാണാതാവുകയും പല ഫ്യൂണറൽ ഹോംസും പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ ഇവർക്ക് കിട്ടി. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം, സിബിൽ തന്നെയാണ് മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നത്. അവൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള പല ഫ്യൂണറൽ ഹോംസിൽ നിന്നും മൃതദേഹങ്ങൾ കാണാതായിട്ടുണ്ട്. എമ്മയുടെ മകന്റെ ശരീരവും അവൾ തന്നെയായിരിക്കാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ മൃതദേഹങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി എന്താ ഇവള് ചെയ്യുക? വെറും ഒരു സൈക്കോ ആയിരിക്കും അവള്? അല്ലെങ്കിൽ ഇതിനു പുറകിൽ എന്തെങ്കിലും ബിസിനസ് ഉദ്ദേശങ്ങളുണ്ടെങ്കിലോ സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചുമായിരിക്കാമല്ലോ. മാർക്കിന്റെ ശരീരം അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവനോടുള്ള ഇഷ്ടം കാരണമായിരിക്കാമെങ്കിലും എമ്മയുടെ മകന്റെ ശരീരം എന്തിനാ അവൾ കടത്തിക്കൊണ്ടു പോകണം? ഒന്നുകിൽ അവളൊരു സൈക്കോ, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് എന്തെങ്കിലും ചെയ്യുന്നതാവാം. ഇതാണ് പോസിബിലിറ്റീസ്. ഫ്യൂണറൽ ഹോമിൽ മാർക്കിന്റെ ശരീരം സംസ്കരിക്കാൻ റെഡിയാക്കി പെട്ടിയിലടച്ച് അലങ്കരിച്ചു വെച്ചു. ദെൻ നമ്മുടെ സിബിലിനോട് മിസ്റ്റർ തോമസ് അദ്ദേഹത്തിന്റെ കാലശേഷം ഇനിയിപ്പോൾ ഈ ഫ്യൂണറൽ ഹോമൊക്കെ റൺ ചെയ്യേണ്ടത് ഇവളാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആത്മാർത്ഥതയോടെ സിബിൽ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും ഇദ്ദേഹത്തിന് തിരുത്തി കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവളാണ് ഏറ്റവും യോഗ്യ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയാണ് സിബിൽ. കാരണം അവൾ പ്രഗ്നന്റ് ആണത്രേ. പ്രഗ്നന്റ് ആണ് എന്ന രീതിയിലാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഫ്യൂണറൽ ഹോം ഇവൾക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ഉദ്ദേശം പണമായിരിക്കില്ല എന്ന് അനുമാനിക്കാം. പിന്നെ മിസ്റ്റർ തോമസ്, നിങ്ങളുടെ രഹസ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അടച്ചിട്ടിരിക്കുന്ന വാതിലിനപ്പുറത്ത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനും നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ്. ഇക്കാര്യം ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ സിബിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പേടിച്ച് കയ്യിലിരുന്ന നൈഫിൽ അങ്ങ് പ്രസ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ മുറിയുന്നുണ്ട്. സിബിൽ ഒരു തുണി എടുത്ത് മുറിഞ്ഞെടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അവൾ ആരോടും പറയില്ല, അദ്ദേഹത്തിന്റെ രഹസ്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് മനസ്സിൽ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവാണ്. ഇദ്ദേഹത്തിന്റെ രഹസ്യം മറ്റാരോടും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോകുന്നതെന്നുണ്ടെങ്കിലും തോമസിന് അത് സഹിക്കാനായില്ല. അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. മരുന്നൊക്കെ എടുത്ത് ഇത്രയും നാൾ അടച്ചിട്ടിരുന്ന ആ ഒരു റൂമിലേക്ക് കയറി പോവാണ്. സെയിം ടൈം നമ്മുടെ എമ്മ കൊടുത്ത ഇൻഫർമേഷനൊക്കെ അനുസരിച്ച് സിബിലിനെ തേടി പോലീസുകാർ ഇവിടെ ഈ ഫ്യൂണറൽ ഹോമിൽ വരുന്നുണ്ട്. അവരകത്ത് കയറി വന്നപ്പോഴേക്കും ഇതിന്റെ ഓണർ തോമസ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നു. തോമസ് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൃതദേഹവും കാണാം. കുറേ നാൾ മുമ്പേ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതാണ്. ഇത്രയും നാൾ പുള്ളിക്കാരിയുടെ ശരീരം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ കീപ്പ് ചെയ്യായിരുന്നു. അവളെ സംസ്കരിച്ചില്ല. അവളെ വിട്ടുകൊടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇത്രയും നാൾ തന്റെ പ്രണയിനിയെ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാതെ അവളുടെ ശരീരം ഇങ്ങനെയും സൂക്ഷിച്ചു വന്നു. ഇനി സിബിലിനെ കണ്ടുപിടിക്കണമല്ലോ. സിബിലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ തിരഞ്ഞു വന്ന് അവളുടെ പഴയ ഒരു അഡ്രസ്സ് നമ്മുടെ എമ്മയുടെ സുഹൃത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. എമ്മ അങ്ങോട്ട് പുറപ്പെട്ടു. മെയിൻ ടൈം സിബില് അവിടെ പാർക്കിലുണ്ടായിരുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അതിന്റെ അമ്മ കാണാതെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒരുപാട് മൃതദേഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി. അതുകൂടാതെ ഇപ്പൊ ജീവനുള്ള ഒരു കൊച്ചു കുഞ്ഞിനെയും കടത്തിക്കൊണ്ടു പോകുന്നു. ഈ ഒരു ടൈമിൽ തന്നെയാണ് മാർക്കിന്റെ ഫ്യൂണറൽ നടക്കുന്നത്. മാർക്കിന്റെ മരണശേഷം അവനെ കാണാൻ ടീന വന്നപ്പോൾ ടീനയുടെ കൂടെ വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നല്ലോ. സിബിൽ കരുതിയത് അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, അവള് മാർക്കിനെ പറ്റിക്കുമായിരുന്നിരിക്കുമെന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. ടീനയുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ സഹോദരനാണ്. ഇപ്പൊ ടീന എവിടെയാണെന്ന് അറിയത്തില്ല. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഏതായാലും നേരത്തെ തീരുമാനിച്ച സമയത്ത് തന്നെ മാർക്കിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി കല്ലറ മൂടി. എന്നിട്ടാണ് ശവക്കല്ലറയ്ക്കുള്ളിൽ പെട്ടിക്കുള്ളിൽ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുള്ളിൽ മാർക്കിന്റെ ശരീരമല്ലേ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവിടെ മാർക്കിന്റെ ശരീരമല്ല, പകരം നമ്മുടെ ടീനയാണ്. ടീനയെ മയക്കി കിടത്തിയിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത്. എല്ലാവരെയും കാണിച്ചു കൊടുത്തത് മാർക്കിന്റെ ശരീരമാണെന്നുണ്ടെങ്കിലും മാർക്കിന്റെ ശരീരം മാറ്റി ജീവനുള്ള ടീനയെ മയക്കി കിടത്തിയാണ് ഫ്യൂണറലിന് അയച്ചത്. താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മാർക്കിന്റെ ശരീരവും കൊണ്ടാണ് ഇപ്പൊ സിബിൽ പോകുന്നത്. പാവം ടീന ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. ഇനി ഇതിനുള്ളിൽ കിടന്ന് അവൾ മരിക്കും. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് തന്റെ ഇമാജിനറി ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ് സിബിൽ. ദാ അവളുടെ ഹസ്ബൻഡ് മാർക്കിന്റെ കൂടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന ആ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്. അവളുടെ ഇമാജിനേഷനിൽ നമ്മുടെ എമ്മയുടെ മകൻ ജെയ്ക്ക് അതുവഴി ഓടിപ്പോകുന്നതും കാണാം. ജെയ്ക്കിൻ്റെതുൾപ്പെടെ ഇവൾ ഇതിനു മുമ്പ് കടത്തിക്കൊണ്ട് വന്നിട്ടുള്ള സകല ആളുകളുടെയും മൃതദേഹങ്ങൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നതായിട്ടൊക്കെയാണ് ഇവൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോഴേക്കും അഡ്രസ്സ് തപ്പിപ്പിടിച്ച് നമ്മുടെ എമ്മ അവിടെ എത്തി. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നാശമായിട്ട് കിടക്കുന്ന ഒരു വീടാണിത്. അകത്ത് കയറി നോക്കിയപ്പോൾ കുറേയധികം മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് എമ്മ ഡാൻസ് കളിക്കുവാണ്. അവളുടെ ഇമാജിനറി ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് സങ്കല്പിച്ച് ഡാൻസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്ത് തറയിൽ കിടന്നൊരു കുപ്പിച്ചിലെടുത്ത് സ്വന്തം കഴുത്തറത്ത് അവിടെ മരിച്ചു വീഴുവാണ് നമ്മുടെ സിബിൽ. അകത്തേക്ക് കയറി ചെല്ലുന്ന എമ്മ കാണുന്നത് ഇതാണ്. സിബിൽ ദേ ഇവളുടെ കൺമുന്നിൽ വെച്ച് അവളുടെ കഴുത്തറത്ത് മരണപ്പെടുന്നു. ചുറ്റുപാടും തീ പടരാനും തുടങ്ങിയിരുന്നു. അവിടെ ചുറ്റുപാടും കുറേയധികം മൃതദേഹങ്ങളുണ്ട്. ഇതുവരെ അവൾ മോഷ്ടിച്ചിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവയൊന്നും അധികം അഴുകാതെ ഫ്രീസ് ചെയ്തൊക്കെ സൂക്ഷിച്ചിരിക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ എമ്മയുടെ മകനും ഉണ്ടല്ലോ. എമ്മ ജെയ്ക്കിന്റെ മൃതദേഹം എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് പൊട്ടിക്കരയുമ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സിബിൽ കിഡ്നാപ്പ് ചെയ്ത കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. എമ്മ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ചുറ്റുപാടും തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം അവിടെ അങ്ങ് ഇരിക്കുവാണ്. മാർക്കിന്റെയും ജെയ്ക്കിന്റെയും ഒക്കെ മൃതദേഹങ്ങൾ കിടക്കുന്നതിന് അടുത്തായിട്ട് ആ കൊച്ചു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ഇവൾ അവിടെ ഇരുന്നു. അവൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമേ ഇല്ല. ആ കുഞ്ഞിനെ പോലും രക്ഷപ്പെടുത്തണമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. എമ്മയുടെ വിവാഹമോചനത്തിന് ശേഷം പുള്ളിക്കാരി ജീവിച്ചത് അവളുടെ മകന് വേണ്ടിയാണ്. മകന്റെ മരണത്തോടെ അവളുടെ ലൈഫിന് അർത്ഥമില്ലാതായി. ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി ജീവിക്കാനാണ്? പോയിന്റ്ലെസ് ആയിട്ടൊരു ലൈഫ് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ഡിപ്രഷനിൽ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാവാം. എന്നാൽ അവളുടെ കയ്യിലുള്ള ജീവനുള്ള ആ കുഞ്ഞിനെ പറ്റി അവൾ ചിന്തിക്കുന്നില്ല. എന്തോ ഭാഗ്യം. അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തിയിരുന്നു. തീ കത്തി സകലതും നശിക്കുന്നതിന് മുമ്പ് അവർക്ക് എമ്മയും ജീവനോടെയുള്ള ആ കുഞ്ഞിനെയും പുറത്തിറക്കാൻ സാധിച്ചു. സിബിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്തുകൊണ്ടാണെന്നോ, ഏറെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക്
അവളുടെ പേരൻസിനെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടിരുന്നല്ലോ. അന്നുണ്ടായ കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് സിബിലിന് മാത്രമാണ്. അന്നു മുതൽ ഒറ്റപ്പെട്ടുപോയ ഏകാന്തതയിൽ ജീവിക്കേണ്ടി വരുന്ന സിബിലിനെ അവളുടെ സുഹൃത്തുക്കൾക്കോ ടീച്ചേഴ്സിനോ പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. മറ്റുള്ളവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നേടുന്നു. എന്നാൽ സിബിലിന് ഇതൊന്നും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. തന്നെ സ്നേഹിക്കാൻ ആരുമില്ല, തന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, തനിക്കൊരു കുടുംബമില്ല എന്നുള്ള അവസ്ഥ. ഈ ഒറ്റപ്പെടൽ അവളുടെ ഉള്ളിൽ ഒരു ഇമാജിനറി ലോകം ഉണ്ടാക്കിയെടുത്തു. അവളുടെ സന്തോഷം അവൾ തന്നെ കണ്ടെത്താൻ തുടങ്ങി. അവൾക്ക് ഇഷ്ടപ്പെട്ടവരെ അവൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ പല ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. പോകെ പോകെ ഫ്യൂണറൽ പാർലറുകളിലെ അവളുടെ ജോലി മൃതദേഹങ്ങളെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു. മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഓരോ മൃതദേഹവുമായിട്ട് അവൾ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യും. അവരൊക്കെ തന്റെ കുടുംബത്തിലെ ഒരു ഭാഗമാണെന്ന് വരുത്തും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. എമ്മയുടെ മകൻ ജെയ്ക്കിനെ ഇവളുടെ സ്വന്തം മകനായിട്ട് വിചാരിച്ച് അവൾ കിഡ്നാപ്പ് ചെയ്തു. മാർക്കിനെ അവളുടെ ഹസ്ബൻഡായിട്ട് ചിന്തിച്ചു. മാർക്കിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്, അവൾ പ്രഗ്നന്റ് ആണെന്ന് സ്വയം ചിന്തിച്ചു കൂട്ടി. അതാണ് തോമസിനോട് പറഞ്ഞത് അവൾ പ്രഗ്നന്റ് ആണെന്നൊക്കെ. ദെൻ ആ ഒരു കൊച്ചു കുഞ്ഞിനെ ജീവനോടെ മോഷ്ടിച്ചുകൊണ്ട് പോയി തനിക്ക് പുതിയതായിട്ടുണ്ടായ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി തന്റെ ജീവിതം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മൊമെന്റിൽ എത്തിയപ്പോഴാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നത്. ലൈഫിൽ അവൾക്ക് കിട്ടിയിട്ടില്ലാത്ത സ്നേഹവും കെയറിങ്ങും ഒക്കെ അവൾ അവളുടേതായിട്ടുള്ളൊരു ലോകത്ത് സെറ്റ് ചെയ്തെടുത്ത് അതൊക്കെ അവൾക്ക് കിട്ടി എന്ന് ബോധ്യമായ മൊമെന്റിൽ അവൾ അവളുടെ ജീവിതവും അവസാനിപ്പിച്ചു. എന്താ അല്ലേ സിബിലിന്റെ പ്രണയം. സിബിലിനെ പോലെ തന്നെ തോമസും അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരുപാട് പ്രണയിച്ചിരുന്നു. തോമസിനും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെടൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെടലിൽ പെട്ടുപോയ ചില സൈക്കോകളുടെ പ്രണയം കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.